Cleansing. 1, 2, 3, 4. സ്ഥൂല ശരീരത്തിൽ നമ്മുടെ സോള് കണക്ട് ചെയ്ത് നിൽക്കില്ല, ഫിസിക്കൽ എനർജിയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ സോള് കണക്ട് ചെയ്ത് ഇത് രണ്ടും ഒന്നാണ്. ലൈഫിൽ സക്സസ് ആയി എന്ന് തോന്നുന്ന രജനീകാന്ത്, ഇവർക്കൊക്കെയാണ് ഓറയുണ്ട് എന്ന് ആളുകൾ പറയുന്നത്. അപ്പോൾ സാധാരണപ്പെട്ട സംസാരം, ഇടപെടുന്ന രീതി, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം ഓറയെ ക്ലെൻസ് ഓറയെ ബാധിക്കുന്നത് തന്നെയാണ്. നമ്മൾ ക്യാരക്ടറിൻ്റെ മാറ്റങ്ങൾ, അവരുടെ ദുശീലങ്ങൾ, ഇതൊക്കെ അവരെ കയറി പിടിച്ചാൽ ഓറ കെട്ടുപോവുകയും ചെയ്യാം. ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ഓറ എന്തുകൊണ്ടാണ്? സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ മറ്റു കാര്യങ്ങളോ ഹാബിറ്റ്സിലോ ഓറയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി, മോഹൻലാൽ, ഇങ്ങനെയുള്ള പേരുകളാണ് എല്ലാവരും പറയുന്നത്. ഇവർക്കൊക്കെയാണ് ഭയങ്കര ഓറ എന്ന് പറയുന്നത്. വേറെ ആർക്കും ഓറയില്ലേ? എല്ലാവരിലും ഓറയുണ്ട്. എല്ലാവരിലും ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ കണക്ട് ചെയ്യുന്നത്. ആർക്കിഡിപ്പിക്കൽ ഓറ, ഇമാജിനൽ ഓറ, ഇമോഷണൽ ഓറ, ഫിസിക്കൽ ഓറ, അങ്ങനെ സ്പിരിച്വൽ ഓറ, അങ്ങനെ പോകുന്ന ഓറ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് രണ്ടുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന, ഇപ്പോൾ രാഹുൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന, ഞാൻ ഷാഹിദ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ബോഡി, അവിടെയാണ് ഓറ സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ചക്രാസിൻ്റെ എനർജിയൊക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഇന്നർ ബോഡി എന്ന് പറയാം. അപ്പം അതിലാണ് സ്ഥൂല ശരീരത്തിൽ നമ്മുടെ സോള് കണക്ട് ചെയ്ത് നിൽക്കില്ല, ഫിസിക്കൽ എനർജിയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ സോള് കണക്ട് ചെയ്ത് ഇത് രണ്ടും ഒന്നാണ്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ബോഡി ഇതായതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ബോഡിയിലാണ് ഓറ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത്. ചക്രാസിലൂടെ കണക്ട് ചെയ്തിട്ട് ഓറ വരുന്നത്. സഹസ്രാര ചക്ര, തേർഡ് ഐ, ത്രോട്ട് ചക്ര, അങ്ങനെ ഓറ അതിലെ ഓരോന്നിലും കണക്ട് ചെയ്തിട്ട് ഓറ ക്ലെൻസിങ് നടത്തുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല കറുത്തിട്ടുള്ള, ഒരിക്കലും കളറിൻ്റെ ഡിസ്ക്രിമിനേഷൻ അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഈ പറഞ്ഞപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ തന്നെ വളരെ ബ്രൈറ്റായ വൈറ്റിഷായ ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് ചിലരുടെ ധാരണ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ചിലർ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളറിന്റെ കാര്യം പറഞ്ഞത്. വെളുത്തതായതുകൊണ്ടാണോ? അതെ. അപ്പൊ ഈ കറുത്തവർക്ക് ഓറ ഇല്ലേ എന്ന് ചോദിച്ചു. അത് കറുത്തവരെന്ന് നമ്മൾ പറയണ്ട, ബ്രൗണിഷ് കളർ എന്ന്, നമ്മൾ ചോക്ലേറ്റ് കളർ എന്നൊക്കെയാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഓറ എന്ന് പറയുമ്പോഴത്തേക്കും ജീവിതത്തിൽ രക്ഷപ്പെട്ട് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ, ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോഹൻലാൽ, നരേന്ദ്രമോദി, പിന്നെ ചിലരൊക്കെ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞിട്ട്, അങ്ങനെ ലൈഫിൽ സക്സസ് ആയി എന്ന് തോന്നുന്ന രജനീകാന്ത്, ഇവർക്കൊക്കെയാണ് ഓറയുണ്ട് എന്ന് ആളുകൾ പറയുന്നത്. അപ്പോൾ സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള ദൈനംദിന ജീവിതത്തിൽ മുഴുകിപ്പോകുന്ന ആളുകൾക്ക് ഓറയില്ലേ എന്ന് അവർക്ക് തന്നെ തോന്നിപ്പോകും. ഓഫ് കോഴ്സ് ഉണ്ട്. ഓറ ക്യാരക്ടറിനെയും കൂടി കണക്ട് ചെയ്യും, നമ്മുടെ സ്വഭാവ സവിശേഷതയെ കൂടി കണക്ട് ചെയ്യും ഓറ. നമ്മളെപ്പോഴും ദേഷ്യവും വളരെ അട്ടമൻ്റ് ആയിട്ടുള്ള നേച്ചറും ഒക്കെ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓറയൊന്നും ഒരിക്കലും കണക്ട് ചെയ്യില്ല. കാരണം ഇത് ഉള്ളിൽ നിന്ന് നമ്മുടെ ആ ഒരു ഫിസിക്കൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണല്ലോ. നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിൾ ഓരോ ചക്രാസിലും 2.5 ഇഞ്ചസ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ റൂട്ട് ചക്രയിലെ എനർജി എന്ന് പറയുന്നത് 6700 × 10⁸8. അതാണ് അതിൻ്റെ ബേസിക്കായ ഒരു എനർജി വരുന്നത്. നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, ആ എനർജിയെ ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് അത് അൺലിമിറ്റഡ് ആയ ലെവലിലേക്ക് വളരുന്നത്. ഫ്രീക്വൻസി 862 Hz എന്ന് പറയുന്ന, ഹെക്സ് എന്ന് പറയുന്ന ആ ഒരു ഫ്രീക്വൻസി ഇല്ല, ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പം നമ്മളിൽ കുറേ ദുശീലങ്ങളും, നേരത്തെ നമ്മൾ അധ്യായങ്ങളിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടർ, നല്ല സുഖകരമല്ലാത്തൊരു ക്യാരക്ടർ, ദുശീലങ്ങൾ, ഹാബിറ്റ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിലൊന്നും ഓറ വരില്ല. അതൊക്കെ ഓറ സംഭവിക്കപ്പെടുന്നില്ല. ഫേഷ്യൽ ചെയ്താലും കുറേ ഗ്ലൂത്തോത്തേൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കിൻ കളറൊക്കെ കിട്ടുമെന്നല്ലാതെ അവിടെ ഓറയൊന്നും വർക്ക് ചെയ്യില്ല. ഓറ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ രീതിയിലുള്ള ഒരു ക്ലെൻസിങ്, ഇന്നർ ആൻഡ് ഔട്ടർ ബോഡി ക്ലെൻസിങ് നടത്തുമ്പോഴാണ് ഓറ ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഓറയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരാണ്, എനിക്കങ്ങനെ സ്പെഷ്യൽ പവറുകളോ മറ്റൊന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരാളെ നോക്കിയിട്ട് ഇയാൾക്ക് ഓറയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ കണക്കാക്കണം? ഓക്കെ, അതിനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറയാം. ഇപ്പോൾ വലിയൊരു ക്രൗഡിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് നമുക്കിങ്ങനെ നോക്കിയിട്ട്, നമുക്ക് ദേജാവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിലുണ്ടല്ലോ, എന്തോ ഒരു സമാധാനം തോന്നുന്ന, ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന എന്തോ എനർജി, അദ്ദേഹത്തിൻ്റെ ഒരു കാന്തികത എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലോ ആ ഒരു സ്കിന്നിലോ ഒക്കെ നമുക്ക്, അത് കളറ് മാൻഡേറ്ററി അല്ല കേട്ടോ. വെളുപ്പ്, കറുപ്പ്, ബ്രൗണിഷ് കളർ, ഇതൊന്നും ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല.
അല്ലാതെ തന്നെ നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ ചിലരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും ഒരു പ്രത്യേകത തോന്നുന്നു, ഒന്നുകൂടെ നോക്കുക എന്നുള്ളൊരു അവസ്ഥ നമ്മളിൽ സംഭവിക്കപ്പെടാറുണ്ട്. ജസ്റ്റ് വേറൊരു ഇൻറ്റൻഷൻ അല്ലാതെ നോർമലി ഉള്ളൊരു നോട്ടത്തിൽ നമുക്ക്. അപ്പം നമുക്കത് മനസ്സിലാക്കാം ആ വ്യക്തിയിൽ ഓറയുണ്ട്. പിന്നെ ഒരു വലിയ ഒരു ഗാദറിങ് നടക്കുകയാണ്, പെട്ടെന്നൊരു ആൾ കയറി വരുന്ന സമയത്ത്, ഇത് നോർമലി ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്, നമ്മളുടെ ശ്രദ്ധയെല്ലാം ഒരു വ്യക്തിയിലേക്ക് തിരിയുക. അപ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കാം ആ വ്യക്തിയിൽ എന്തോ ഒരു ഓറയുണ്ട്. പെട്ടെന്ന് അവിടെ ശാന്തമാവുക, വ്യക്തിത്വങ്ങളെല്ലാം കൂടി അങ്ങോട്ട് തിരിയുക, വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമുക്ക് നോക്കാൻ തോന്നുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ പോലും ഒരു ഹലോ പറഞ്ഞാൽ പോലും അതിനൊരു മുഴക്കത്തിൻ്റെ ഒരു ശബ്ദത്തിന് പോലും ഒരു ഓറയുടെ ഒരു ഗാംഭീര്യം ഉണ്ടെന്ന് പറയും അത്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പിൽ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ പ്രത്യേകമായ ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടുക. നമ്മളെ കണക്ട് ചെയ്ത് നമ്മളുടെ സൗഹൃദങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഒരാളിപ്പോൾ നമ്മുടെ അടുത്ത് വന്നാൽ ഒരു വളരെ പീസായിട്ട് വളരെ ശാന്തത അനുഭവിക്കുന്ന ഒരു പോസിറ്റീവായ ഒരു എനർജി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കപ്പെടാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഓറ എങ്ങനെ ക്ലെൻസ് ചെയ്യാമെന്ന് വെച്ചാൽ സിമ്പിളായ ഒരു വേയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇപ്പം പല കാര്യങ്ങളും നമ്മൾ ഒരു ദിവസത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെയും നമ്മൾ കുറേ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് പലരിൽ നിന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി സപ്ലൈ ചെയ്യപ്പെടാം. നമ്മുടെ ഓറയിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവാം, നമുക്ക് അറിയുണ്ടാവില്ല. വളരെയേറെ ടയർഡ് അനുഭവിക്കുക, വളരെയേറെ ഒരു റിലാക്സേഷൻ ഇല്ലാത്ത അവസ്ഥ മനസ്സിനും ശരീരത്തിനും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക നെഗറ്റീവ് എനർജിയുടെ ഒരു കണക്ഷൻ നമ്മളിൽ എവിടെയോ നമ്മുടെ ഓറയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സുഷിരം വരിക എന്നാണ് ഇതിന് പറയുന്നത്. ഓറ വലയത്തിന് സുഷിരം വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉപ്പില്ലേ, ഉപ്പിട്ടിട്ട് നമ്മൾ മുഖവും തലയും ഒഴിച്ചിട്ട് കഴുത്ത് മാത്രം ശരീരം കഴുകുക. ആപ്ഷൻ സോൾട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണം കിട്ടും ഇപ്പം. ആ സോൾട്ട് ഇട്ടിട്ട് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ കല്ലുപ്പ് മതി. ജസ്റ്റ് ഒരു പിഞ്ചളവിൽ കല്ലുപ്പിടുക വെള്ളത്തിൽ, എന്നിട്ട് ദേഹം കഴുകുക. നമ്മുടെ ഓറയെ ക്ലെൻസ് ചെയ്യാൻ പറ്റും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ്. പിന്നെ അത് തിങ്കളാഴ്ച ദിവസം ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയില്ലേ, ഒരു പിഞ്ചളവ് മഞ്ഞൾപ്പൊടി ഇടുക, അതിൽ ദേഹം കഴുകുക. ഒന്നും മുഖത്തും തലയിലും ഒഴിക്കരുത് കേട്ടോ. അതിനുശേഷം ശുദ്ധജലത്തിൽ നമ്മൾ കഴുകണം. കുളി നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ജസ്റ്റ് ആദ്യം ഒഴിച്ചിട്ട് നമ്മളൊരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ആ നെഗറ്റീവ് എനർജിയെ കളയാൻ പറ്റും. ബുധനാഴ്ച ദിവസം കർപ്പൂരം, പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ, ഒരു പിഞ്ചളവിലിടുക. വ്യാഴാഴ്ച ദിവസം ഒരു ഏലക്ക ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം അതിൽ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് കമന്റ് വരും, കറി വെക്കാൻ ഇത് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ പുഴുകിയെടുത്താൽ മതിയല്ലോ. കമന്റ് വേണമെങ്കിൽ വരും, ഒരു കറിക്കുള്ള അവസ്ഥകളൊക്കെ ഇതിനകത്തുണ്ടല്ലോ, മസാലപ്പൊടികളും ഒക്കെ ഉണ്ടത്. പക്ഷേ ഇത് അങ്ങനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന രീതി. ഓറ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. അതിവിടെ പറയുന്നതെന്നുള്ളൂ. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ഉപ്പും മഞ്ഞളും കൂടി ഒരു പിഞ്ചളവിലിട്ടിട്ട് ദേഹം, അത് ചെയ്യുന്നവരുണ്ട്, ധാരാളമായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലത് കൈ എടുത്തിട്ട് ഇടത് കൈയുടെ മുഴുവനായിട്ട് ഇങ്ങനെ തലോടുക. 1 2 3 4 5 6 4 പ്രാവശ്യം ഇങ്ങനെ കൈ കൊടയുക. അത്രയും നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ബാലൻസ് ചെയ്യുക. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ ഫിംഗർ ടിപ്പിലും ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ഇങ്ങനെ 7 ലെയർ നമ്മളെ 7 ലെയർ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആർക്കിഡിപ്പിക്കൽ ഓറ, ഇമാജിനൽ ഓറ, ഇമോഷണൽ ഓറ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ലെയേഴ്സിനെ നമ്മൾ സുഷിരങ്ങളില്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു 4 ടൈംസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു ഗൂസ് ബംസ് നമ്മുടെ ശരീരത്ത് വരാൻ തുടങ്ങും. ഒരു എനർജി പെട്ടെന്ന് നമുക്കൊരു ഡെവലപ്പ് ചെയ്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യും. ഇത് ഓറ ക്ലെൻസിങ്ങിൻ്റെ ഒരു മാർഗമാണ്. പിന്നെ സ്വഭാവം, സംസാരം, ഇടപെടുന്ന രീതി, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം ഓറയെ ക്ലെൻസ് ഓറയെ ബാധിക്കുന്നത് തന്നെയാണ്. നമ്മൾ മോശം കാഴ്ചകളും മോശം സംസാരവും, മറ്റുള്ളവരെ കുറ്റം പറയാൻ കൂടുതൽ സമയം തിരഞ്ഞെടുക്കുക, മറ്റുള്ളവരായിട്ട് വഴക്കുണ്ടാക്കാൻ കൂടുതൽ സമയം തിരഞ്ഞെടുക്കുക, ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറ കെട്ടുപോകും, കാന്തികത നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഒരു മലിനജലത്തിൽ ഇരുമ്പിൻ്റെ അംശം ഉണ്ടെങ്കിലും കാന്തം ഇങ്ങനെ വെച്ചാൽ പിടിക്കണം എന്നുണ്ടോ? ഇല്ല. നല്ല തെളിഞ്ഞ മണ്ണിലൊക്കെയാണ് കാന്തം. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ പേപ്പറിൽ കാന്തം പൊതിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇരുമ്പിൻ്റെ തരികൾ കിട്ടുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? ശുദ്ധമാണ് ആ മണൽ തരികൾ. അതുകൊണ്ടല്ലാതെ ചെളിയിലും പുണ്ട് കിടക്കുന്നതിലൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചെളി നിറഞ്ഞ ചിന്തകളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഓറ ക്ലെൻസ്ഡ് ആവില്ല. ആ ഒരു ഓറിക് ബോഡിയിൽ നമുക്കൊരിക്കലും
ബാലൻസ് ചെയ്യപ്പെടുന്ന ഓറ സംഭവിക്കപ്പെടില്ല. ചക്രാസിലെ ഓറ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ചക്രാസ് എനർജി ചെയ്യുമ്പോഴും ഓറ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ചിന്തകൾ. പക്ഷെ നമ്മുടെ ചിന്തകളെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമോ? പറ്റുമല്ലോ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ കാണുന്ന ആളുകൾ, അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ 1000 പേരെ കണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. ശരിയാണ്. അപ്പോൾ ആ മറ്റുള്ള ആളുകളുടെ ചിന്തകളെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യില്ലേ? ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ടെ, അത് അവരുടെ ഡ്യൂട്ടി അല്ലേ. നമ്മളുടെ നിർബന്ധ ബുദ്ധിയിൽ നമ്മളത് ഇങ്ങോട്ട് ആകർഷിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക. അഥവാ ഇനി മനുഷ്യ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത വന്നു, ലെറ്റ് ഇറ്റ് ഗോ. അതെൻ്റെ അല്ല, എൻ്റെ ഡ്യൂട്ടി അല്ല അത് ചിന്തിക്കുക. ലെറ്റ് ഇറ്റ് ഗോ എന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അത് ആ ചിന്തയെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്തേക്കുക, വിട്ട് കളഞ്ഞേക്കുക, യൂണിവേഴ്സിലേക്ക് അയക്കുക. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില ആളുകൾ ശാപവാക്കുകൾ പറയുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് എനിക്ക് വേണ്ടി ചെയ്ത ഇങ്ങനെ മന്ത്രവാദമോ കൂടോത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് തന്നെ അവരിലേക്ക് തിരിച്ചു പോവില്ല. ഇത് പറയുന്ന വ്യക്തി, ഇത് അയക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ വാക്കുകൾ അയക്കുന്ന വ്യക്തി ചിലപ്പം പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തി സറൗണ്ടിങ്സിൽ കിടന്ന് കറങ്ങി, ആ ഒരു സൗണ്ട് ഈ സറൗണ്ടിങ്സിൽ കിടന്ന് കറങ്ങുകയുള്ളൂ, ആ എനർജി. അതിനെ നമ്മൾ യൂണിവേഴ്സിലേക്ക് അയക്കാമല്ലോ. യൂണിവേഴ്സ് അത് സ്വീകരിക്കുകയും നമ്മളെ ബാലൻസ്ഡ് ക്ലെൻസ്ഡ് ആക്കാനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മൾ ആരോടാ പോയിട്ട് ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുന്നത്? നമ്മൾക്കിത് സ്വന്തമായിട്ടുണ്ടല്ലോ, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എല്ലാവരിലും ഉണ്ട്. നമ്മൾ തന്നെയാണ് യൂണിവേഴ്സ്. നമ്മൾ തന്നെയാണ് മിൽക്കി വേ യൂണിവേഴ്സിനെ നമ്മൾ സങ്കല്പിക്കുന്നെങ്കിൽ കൂടിയും നമ്മൾ തന്നെയാണ് യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള ഈ പറയുന്ന പ്രപഞ്ചത്തിലുള്ള 5 പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലുണ്ടത്, ഇല്ലേ? അഗ്നി, വായു, പിന്നെ സ്കൈ എനർജി എയ്ത്തർ എനർജി എന്ന് പറയുന്നു, എയർ, വാട്ടർ. ഇത് നമ്മുടെ ശരീരത്തിലല്ലേ, പഞ്ചഭൂതങ്ങളിൽ പെടുന്നില്ലേ? ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ യൂണിവേഴ്സിൻ്റെ കഴിവില്ലേ? തീർച്ചയായിട്ടും. ഈ ശ്വാസം എവിടെന്നാ? എയർ നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്, നമ്മളിലൂടെ സഞ്ചരിക്കപ്പെടുന്ന ഈ ഓക്സിജൻ എവിടെന്നാണ് കിട്ടുന്നത്? യൂണിവേഴ്സിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലേ? അപാനവായു, ദാനവായു, സമാനവായു, വ്യാനവായു, ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് അതെല്ലാം ഓറയിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വായുകളെല്ലാം ഓറയിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. കോശങ്ങൾ, പഞ്ചകോശങ്ങളുണ്ട്, ഇതെല്ലാം ഓറയിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഓറ എന്ന് പറയുമ്പോൾ ആ ഒരു സർക്കിൾ, നമ്മളിപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെയൊക്കെ പടമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ റിങ് കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം അതാണ് ഓറ എന്ന് സങ്കല്പിക്കുന്നത്. പക്ഷേ നമ്മൾ കാണാത്ത അദൃശ്യമായ ഒരു വലയം, അതാണ് ഞാൻ ഈ പറഞ്ഞ കൈയുടെ ഈ അളവ് 2.5 ഇഞ്ചസ് എന്നുള്ളതിൽ നമ്മൾ ഈ 7 ലെയർ വന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു അളവിൽ നമ്മളുടെ ബോഡി ഒരു സർക്കിളിനകത്ത് ഓറിക് ബോഡി ആയിട്ട് അതിൻ്റെ ഓറ ക്ലെൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും. അവിടെ നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, സംസാരം ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും ഓറയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുമോ? എങ്ങനെ? ഇപ്പോൾ എനിക്ക് ഓറ കൂടുതലാണ്, ഓറ കുറവാണ്, ആ രീതിയിൽ ഇപ്പോൾ പലരും അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഓറ കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ഓറ കൂടുതലാണ്, എനിക്ക് നിന്നെക്കാളും ഓറയുണ്ട്. ഇപ്പം എനിക്ക് സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് കാലഘട്ടമാണ്. ഇപ്പോൾ ഓറ +1000 -1000 അങ്ങനെ പറഞ്ഞ കുറേ ടൈമുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുമോ? പലപ്പോഴും എനിക്കൊന്ന് ഈ മോഹൻലാലിനെയും നരേന്ദ്രമോദിയും ഒക്കെ എപ്പോഴും കമ്പയർ ചെയ്താണ് പറയുന്നത്, ഇവർക്കാണ് കുറച്ചുകൂടെ ഓറ കൂടുതൽ. അങ്ങനെ നമുക്ക് വ്യക്തികളെ വെച്ച് ഓറ കമ്പയർ ചെയ്ത് പറയാൻ അങ്ങനെയൊന്നും, അതൊക്കെ നമ്മുടെ കാഴ്ചകളിൽ കാണുന്ന അറിവുകൾ കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പം എനിക്ക് വിശക്കുകയാണെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചാലല്ലേ എൻ്റെ വിശപ്പ് മാറും. അപ്പോൾ എൻ്റെ ചിന്തകളെയും ഞാൻ അനുഭവിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങളെയും ബാലൻസ് ചെയ്താൽ മാത്രമേ എൻ്റെ ഓറ ക്ലെൻസ്ഡ് ആവുള്ളൂ. രാഹുലിന് ഓറ കൂടുതലാണെന്നോ അല്ലെങ്കിൽ മറ്റു പലർക്കും ഓറ കൂടുതലാണെന്നോ കരുതിയിട്ട് ഞാൻ അതിൽ അസൂയപ്പെട്ടിട്ടോ കൊതി പിടിച്ചിട്ടോ കാര്യമില്ല. നമ്മളാദ്യം സ്വയം നന്നാവുക, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഓറയും അതനുസരിച്ച് ബാലൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓറ എനിക്കുണ്ട് എന്നൊരു നമ്മൾ ഈ കണ്ടന്റ് എടുക്കുന്നതിന് മുമ്പിട്ട് സംസാരിച്ച മാം പറഞ്ഞു, ഇപ്പോൾ IM വിജയൻ ഫുട്ബോൾ കളിക്കുന്നത്, അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ഓറയുണ്ട്. അതായത് മനോജ് കെ ജയൻ, അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ഓറയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? IM വിജയനെ ഞാൻ സൂചിപ്പിച്ച് നമ്മൾ നേരത്തെ റാൻഡംലി സംസാരിച്ചപ്പോൾ അതെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ
അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്താൽ നമുക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന, നമ്മൾ ഇൻസ്പയർഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അവിടെയുണ്ട്. അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഫുട്ബോൾ കളിയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്മളെ തീവ്രമായ പ്രകടനം, തീപ്പൊരി പോലെയുള്ള പ്രകടനം എന്നൊക്കെ പറയുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ഓറ തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹം എപ്പോഴും സെഞ്ചുറി അടിച്ചു കഴിയുമ്പോൾ ബാറ്റ് മേലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിന് താങ്ക് യു പറയുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓറയിലുള്ള എനർജി കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഗെയിം വിൻ ചെയ്യാൻ പറ്റുന്നത്, സെഞ്ചുറി അടിക്കാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ മനോജ് കെന്റെ കാര്യം പറഞ്ഞു, പക്ഷെ അദ്ദേഹം ഇന്ന് അധികം ആരും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരാളാണ്. അതെ, ചിലരിൽ നമുക്കത് മനസ്സിലാകും. ചർച്ച ചെയ്യാത്ത കുറേയേറെ വ്യക്തിത്വങ്ങളുണ്ട്, കുറേയേറെ സ്ത്രീ വ്യക്തിത്വങ്ങളുണ്ട്, പുരുഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരിലൊക്കെ ഓറ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം മനോജ് കെ ജിയുടെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നല്ല ഓറയുള്ള ഇത് കെട്ടുപോവുകയും ചെയ്യാം കേട്ടോ. ചില കാലഘട്ടങ്ങളിൽ അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൻ്റെ മാറ്റങ്ങൾ, അവരുടെ ദുശീലങ്ങൾ, ഇതൊക്കെ അവരെ കയറി പിടിച്ചാൽ ഓറ കെട്ടുപോവുകയും ചെയ്യാം. ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ഓറ എന്തുകൊണ്ടാണ്? സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ മറ്റു കാര്യങ്ങളോ ഹാബിറ്റ്സിലോ അമിതമായ ഒരു അതിപ്രസരം സംഭവിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓറയ്ക്കും കോട്ടം സംഭവിക്കാം. സുഷിരങ്ങൾ വീഴുക എന്ന് പറയും. ഓറയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓറയ്ക്ക് സുഷിരങ്ങൾ വീഴുക എന്ന് പറയും. പിൻ പോയിന്റ് സുഷിരങ്ങൾ വീഴും. അത് വികസിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ ചില പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കത്തിപ്പടർന്ന് തീരുക എന്ന് പറയില്ലേ, അതുപോലെ കത്തിത്തീരാനും സാധ്യതകളുള്ളത് ഒന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓറയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജിയിൽ നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡിയെയും മെൻ്റൽ ബോഡിയെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഓറ ബാലൻസ് ചെയ്യുകയാണെങ്കിലും എനർജി ബാലൻസ് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ക്രിയകൾ ചെയ്യുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഓറ ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ എനർജി അവർ പിടിച്ചു നിർത്തുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് കൊണ്ടിരിക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.